ആലപ്പുഴയുടെ മുഖമുദ്രയായിരുന്ന നഗരചത്വരം ഇന്ന് മാലിന്യ കൂമ്പാരമാണ്. നഗരസഭ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് കോടികൾ മുടക്കി നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലും പാർക്കിലുമാണ്. നഗരചത്വരത്തിന്റെ നവീകരണത്തിനായി നഗരസഭ പല പദ്ധതികൾ കൊണ്ടുവന്നു. പക്ഷേ ഒന്നും ശരിയായില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശരത് എസ് നമുക്ക് കാട്ടിത്തരും തത്സമയം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ശരത് എസ്, ഗുഡ് ഈവനിംഗ്. ഒരു പരിഹാരം വേണം എന്നെല്ലാവരും പറയുന്നുണ്ടാകും, പക്ഷേ ഇപ്പോഴും മാലിന്യം വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഗുഡ് ഈവനിംഗ് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആലപ്പുഴ നഗരത്തിലെ, അതായത് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പാർക്ക്, സ്റ്റേജ് ഉൾപ്പെടെ അങ്ങനെ വിവിധ പദ്ധതികൾ വരുന്ന ഈ നഗരചത്വരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നഗരചത്വരം ഇന്നിപ്പോൾ ഈ കാണുന്നത് പോലെ നഗരത്തിലെ മാലിന്യങ്ങൾ സംഭരിക്കാനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ഭാഗമായി ഇത് മാറിയിരിക്കുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച ഈ നഗരചത്വരം ഇപ്പോൾ എന്തായാലും നഗരസഭയ്ക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളാനുള്ള ഒരു ഇടമായി മാറി എന്നുള്ളതാണ് ഏറ്റവും ഒരു സങ്കടകരമായ കാഴ്ച. അതായത് വലിയ കോടികൾ മുടക്കിയാണ് ഈ പദ്ധതികൾ കൊണ്ടുവന്നത്. ഇത് പലതവണ നവീകരണം ഉൾപ്പെടെ നടത്തിയതാണ്, പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമായില്ല. ഇപ്പോഴും നഗരത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ശേഖരിക്കാനും തള്ളാനും ഒക്കെ തന്നെയുള്ള ഒരു ഇടമായി ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരത്തിൽ പല രീതിയിൽ ഇത് വിനിയോഗിക്കാൻ കഴിയും. അതായത് തൊട്ടിപ്പുറം പാർക്കുണ്ട്, പാർക്കിനുപ്പുറം തന്നെയാണ് ഇത്തരത്തിലൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം വരുന്നത്. മാത്രമല്ല സ്റ്റേജ് ഉൾപ്പെടെ അങ്ങനെ വിവിധ രീതിയിൽ ഉപയോഗിക്കാനും വരുമാനം ഉൾപ്പെടെ കണ്ടെത്താനും കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ നഗരചത്വരം. പക്ഷേ ഇതൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വെറും മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു കേന്ദ്രം മാത്രമായി ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനവും നഗരസഭയ്ക്കെതിരെയുള്ളത്. നമുക്കിപ്പം പ്രതിപക്ഷ നേതാവ് കൂടി ചേരുന്നുണ്ട്. എന്താണ് ഈ പാർക്ക് ഇങ്ങനെ ഒരു ഉപകാരപ്രദമാകാതെ മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു കേന്ദ്രമായി മാറുന്നത് എങ്ങനെയാണ്? ഇത് ഭരണാധികാരികളുടെ അനാസ്ഥയാണ്. ആലപ്പുഴ ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് ആലപ്പുഴ നഗരത്തിലെ പൊതുജനങ്ങൾക്ക് വൈകുന്നേരം ഒത്തുചേരലിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ പണ്ട് സീനിയർ സിറ്റിസൺസ് ഒക്കെ ഒത്തിരി വന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഒരാൾ പോലും ഈ സ്ഥലത്തേക്ക് കടക്കുന്നില്ല. തൊട്ടപ്പുറത്ത് കുട്ടികളുടെ പാർക്കുണ്ട്, ഒരു കുട്ടി പോലും ഇവിടെ വരുന്നില്ല. അവിടെ പബ്ലിക് ലൈബ്രറി ഉണ്ട്, അവിടെ ഇരുന്ന് പുസ്തകം വായിക്കാൻ കഴിയാതെ, ഇവിടെ മാലിന്യം കിടക്കുന്നതുകൊണ്ട് പുസ്തകം പോലും വായിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ റിനോവേഷന് വേണ്ടി പലപ്പോഴായി മുടക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഇപ്പൊ ഇതാണ് ഈ സ്ഥലമാണെങ്കിൽ തന്നെയും ചെറിയ ഫംഗ്ഷൻ നടത്താനും നഗരസഭയ്ക്ക് ഒരു വരുമാനം ലഭിക്കുന്നതിലേക്കും വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഇവിടെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം മുഴുവൻ അടുക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആലപ്പുഴ നഗരഹൃദയത്തിലുള്ള ഒരു വലിയ സംരംഭം തുടങ്ങി നഗരസഭയ്ക്ക് ലഭിക്കാമായിരുന്ന വലിയൊരു വരുമാനം ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ നഗരത്തിന്റെ മുഖം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാലിന്യ കേന്ദ്രമാണെന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു ഭരണപരമായ വലിയ വീഴ്ചയാണ് ഇവിടുത്തെ ആലപ്പുഴ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ നഗരസഭയിൽ എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികളുടെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ മറ്റ് പല കേന്ദ്രങ്ങളും ഇങ്ങനെ സർക്കാരിന്റെ വേണ്ടപ്പെട്ട കെട്ടിടങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നഗരസഭയുടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നാൽ തള്ളാനുള്ള ഇടമായി മാറിയെന്നൊരു വിമർശനം നേരത്തെ തന്നെ നഗരസഭയ്ക്കെതിരെയുണ്ട്. അങ്ങനെ അത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് കാണിച്ചു തരുന്ന നേർക്കാഴ്ച തന്നെയാണ് ഈ നഗരസഭയുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നുള്ളത്. ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഒരു വരുമാന മാർഗമാണ്. യഥാർത്ഥത്തിൽ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നഗരചത്വരം തുടങ്ങുന്നത് എന്ന് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മേൽക്കൂരയൊക്കെ ഓടിളകി കിടക്കുന്ന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു, അതിനായി കോടികൾ ഇറക്കുകയും ചെയ്തു. അതെല്ലാം വെള്ളാനയായി മാറുന്നത് എങ്ങനെയാണ് എന്ന് പ്രേക്ഷകർ കാണണം. മാലിന്യം കൊണ്ടു തള്ളുന്നതിനുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ് ആലപ്പുഴ നഗരഹൃദയത്തിൽ നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ കിടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, അപ്പോഴെങ്കിലും ഇതൊരു വിഷയമായി മാറുമോ? ഈ മാലിന്യമെങ്കിലും എടുത്തു നീക്കുമോ? ഇതൊക്കെ സംസ്കരിക്കുന്നത് എവിടെയാണ് ശരത്? മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നില്ല എന്നൊരു മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് പലപ്പോഴായി കൂട്ടിവെച്ചിരിക്കുന്ന മാലിന്യമാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഉണ്ടായ മാലിന്യമല്ല. ഇത് ദീർഘനാളായി ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നു. അതിങ്ങനെ കൂടി ഇങ്ങനെ ഒരു കൂമ്പാരമായി കിടക്കുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലായി ഇത് മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ നഗരസഭ ആലോചിക്കുകയും അത്തരം പദ്ധതികൾക്കൊക്കെ തന്നെ ബജറ്റിൽ പണം വകയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ളത് നഗരസഭ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സ്ഥലം ഇങ്ങനെ മാലിന്യ കൂമ്പാരമായി മാറുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ തൊട്ടിപ്പുറം പാർക്കുണ്ട്. പാർക്ക് കുട്ടികൾക്ക് ഇത്തരത്തിൽ നഗരത്തിൽ വൈകുന്നേരങ്ങൾ വന്ന് ചിലവഴിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ്. പക്ഷേ അതുപോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഉപകാരവുമില്ലാതെ നശിക്കുന്നു എന്നുള്ളതാണ്. ഈ പദ്ധതി എന്ന് പറയുന്നത് വലിയ രീതിയിൽ, അതായത് ടോയ്ലറ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ആർക്കും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ തീർത്തും നഗരത്തിലെ മാലിന്യങ്ങൾ സംഭരിക്കാനുള്ള ഒരു കേന്ദ്രമായി മാത്രമേ ചോദിക്കാൻ കഴിയൂ. ഇതിൽ അധികൃതർ ഇടപെടുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ജനം ഇതൊക്കെ കാണട്ടെ. ജനസമക്ഷം നമ്മൾ വെക്കുകയാണ്. പണം മുടക്കുന്നു, പണിയുന്നു, എന്നാൽ അത് മാലിന്യം തള്ളാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നു. അതാണ് ആ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ.